കുട്ടികളുടെ വായനാശീലം വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സോപ്പ് തേക്കണോ പൊട്ടുകുത്തണമോ എന്നൊരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പ്രൊഫസർ ശിവദാസ് സാറിൻ്റെ പുസ്തകമാണിത്. അദ്ദേഹം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രശസ്തനായ മലയാള പ്രശസ്ത ബാലസാഹിത്യകാരനാണ്. അദ്ദേഹത്തെ യൂറിക്ക മാമൻ എന്നുകൂടി അറിയപ്പെടുന്നു. പ്രൊഫസർ ശിവദാസ് സാറ് കോട്ടയം CMS കോളേജിൽ രസതന്ത്ര അധ്യാപകനായിട്ട് 1995 എൻ്റെ മേധാവിയായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തു. അത് 200-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് ചിന്തയിലൂടെ രസകരമായി ചിന്തിച്ചും ചിരിപ്പിച്ചും ശാസ്ത്രബോധം വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. ഇദ്ദേഹത്തെക്കുറിച്ച് യൂട്യൂബിലും വിക്കിപീഡിയയിലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ തന്നെ കുറിച്ച് സ്പീക്കിങ്ങും ഒക്കെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോടോ നിങ്ങളുടെ ചേട്ടന്മാരോടോ അനിയന്മാരോടോ ചോദിച്ചത് മനസ്സിലാക്കുക. മലയാള ബാലസാഹിത്യകാരിൽ ഏറ്റവും കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വർക്കുകൾ ഇദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ്. ഞാൻ സോപ്പ് തേക്കണോ പൊട്ടുകുത്തണോ എന്നുള്ള ബുക്ക് കുട്ടികളുടെ ലൈബ്രറികളിൽ നിന്ന് നിങ്ങൾ വായിക്കുക. അദ്ദേഹത്തിൻ്റെ ഇതിൽ കൂടുതലുള്ള കളക്ഷൻസും നിങ്ങൾ എങ്ങനെയെങ്കിലും ലൈബ്രറികളിൽ നിന്നോ നിങ്ങളുടെ മാതാപിതാക്കളോടോ നിങ്ങളുടെ അനിയന്മാരോടോ അനിയത്തിമാരോടോ ചോദിച്ചത് വായിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് അറിവും ചിന്തയും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ആദ്യം പറയുന്നത് കണ്ണിൽ മണ്ണ് പോയാൽ എന്ത് ചെയ്യും, അത് വളരെ രസകരമായിട്ട് ഒരു കഥയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നമ്മളുടെ കണ്ണിൽ മണ്ണ് പോയാൽ നമ്മൾ പെട്ടെന്ന് അത് വെപ്രാളം കാരണം ബുദ്ധിമുട്ട് കാരണം നമ്മൾ എന്ത് ചെയ്യും, കണ്ണ് ഇങ്ങനെ തേക്കും. അത് പാടില്ല. പകരം വെള്ളം ഒഴിച്ച് കഴുകുക. കാരണം വളരെ സോഫ്റ്റാണ് ഇത്. പോറലുണ്ടാവും, അണുബാധ ഉണ്ടാവും, കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. കാരണം വികാരമല്ല, അവിടെ വിവേകത്തോടുകൂടി യുക്തിപരമായിട്ട് ശാസ്ത്രപരമായിട്ടുള്ള അറിവും ചിന്തയുമാണ് നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള മാർഗങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് മണ്ണ് പോയാൽ കരട് പോയാൽ നമ്മൾ പെട്ടെന്ന് തേക്കിലത് മുറിവുണ്ടാകാൻ സാധ്യമാകുമെന്ന് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു അറിവാണ്. അതുപോലെ പഠനം പാൽപ്പായസമാണ്. പഠനം വളരെ ഇഷ്ടത്തോടെ തന്നെ പഠിക്കണമെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൊട്ടുകുത്തുന്നതിൻ്റെ ശാസ്ത്രീയ വശവും അതിൻ്റെ ഭവിഷ്യത്തുകളും. കാരണം ഇന്നത്തെ കൃത്രിമ പശ ആയതുകൊണ്ട് നമ്മൾ വിയർക്കുമ്പോഴും പൊടികൾ പറ്റുമ്പോഴും അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ സോപ്പ് തേച്ചാൽ നമ്മൾ വെളുക്കുകയില്ല എന്നും ശരീരത്തിൽ അതൊരു കെമിക്കലാണ് എന്ന്. അതുപോലെ തന്നെ ഇതിനകത്തുള്ളത് നമ്മുടെ ശരീരത്തിൽ അഴുക്ക് കളയുക എന്നുള്ള കാര്യമല്ലാതെ സൗന്ദര്യം കൂട്ടാൻ സോപ്പ് യാതൊരു തരത്തിലും സഹായിക്കുന്നില്ല എന്ന് അദ്ദേഹം അതിനകത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ പ്രപഞ്ചബോധത്തെ പറ്റിയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തൊരു പ്രശ്നങ്ങളെ വിശാലമായ മനസ്സുണ്ടാകാൻ അത് സാധിക്കുന്നു. കാരണം നമ്മൾ ടെറസിലോ തുറസായ സ്ഥലത്തോ നമ്മുടെ കുട്ടികൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു തരുന്ന മലർന്നു കിടന്ന് കുറച്ചു നേരം നമ്മുടെ പ്രപഞ്ചത്തെ വീക്ഷിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഭൂമി ആരാണ്, സൂര്യൻ ആരാണ്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. അപ്പം നമ്മുടെ മനസ്സ് വിശാലമാക്കാനും നമ്മുടെ പ്രപഞ്ചബോധം വളർത്താനും വിശാല മനസ്ഥിതി ഉണ്ടാകാനും ശാസ്ത്രബോധം ഉണ്ടാക്കാനും കഴിയും. നമുക്ക് മറ്റു ദുഃഖങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കത്തില്ല എന്നുകൂടിയും വലിയൊരു അറിവ് സന്ദേശം അതിനകത്ത് അദ്ദേഹം തരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ അറിയില്ല, ഉണ്ടാക്കിയാലും സ്പീഡിൽ വിടാൻ അറിയില്ല. പക്ഷെ അത് അദ്ദേഹം ഇതിനകത്ത് വരച്ച് കാണിച്ചു തന്നിരിക്കുന്നു. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും പറഞ്ഞു തന്നിരിക്കുന്നു. നമുക്ക് എന്തുകൊണ്ടത് പെട്ടെന്ന് നമ്മൾ ആദ്യമായിട്ടത് ചെയ്യുമ്പോൾ മറ്റു കുട്ടികളെ പോലെ പറത്തിവിടാൻ കഴിയുന്നില്ല എന്നുള്ളതും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം നടക്കുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അതിനൊരു പരിശീലനം വേണം കുട്ടിയായിട്ടിരിക്കുമ്പോൾ. അപ്പോൾ സൈക്കിൾ ചവിട്ടുമ്പോഴും കാർ ഓടിക്കുമ്പോഴും നമുക്ക് അതിനകത്തൊരു വിരുതും ഒരു പരിശീലനവും ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും. നല്ല ഒരു പ്രാക്ടീസ് അതിനകത്ത് വേണം. അത് പ്രാക്ടീസ് വേണമെങ്കിൽ പാൽപ്പായസം പോലെ ഇഷ്ടത്തോടെ നമ്മൾ അതിനെ പഠിക്കുകയും അതിന് സമയമെടുക്കുകയും അതിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്താൽ ഏതൊരു മേഖലയിലും നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനകത്തെ ഓരോ ചാപ്റ്ററും നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഉറക്കെ തന്നെ വായിച്ച് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം ഓരോ മാതാപിതാക്കളും ഇത്
വായിച്ച് മനസ്സിലാക്കി നമുക്കും കൂടെ അറിവ് നൽകുന്ന ഒരു ചിൽഡ്രൻസ് ബുക്ക് മാത്രമല്ല ഇത്. നമ്മൾ മുതിർന്നവർക്ക് ഒരുപാട് അറിവ് നൽകുന്ന ഒരു പുസ്തകമാണ്. ഇതെല്ലാവരും വായിക്കുമെന്നും ഈ സന്ദേശം എല്ലാവർക്കും പകർന്നു നൽകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു പുസ്തകവുമായിട്ട് ഞാൻ പറയാം. ഇത് എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പുസ്തകം കിട്ടുന്നത്, അത് ക്ഷമിക്കണം. ഇത് അറിയില്ലായിരുന്നു എനിക്കിത്, പക്ഷെ ഇത് അറിയേണ്ടതായിരുന്നു. ചിൽഡ്രൻസ് ബുക്ക് ആയതുകൊണ്ട് എനിക്കത് ശ്രദ്ധിച്ചിട്ടില്ല, എനിക്കറിയുകയുമില്ല. ഇതിനകത്തെ ഓരോ അധ്യായങ്ങളും ഞാൻ ഇനി മുതൽ ഇതിൻ്റെ കളക്ഷൻസും സംഘടിപ്പിച്ചിട്ട് ഞാൻ വായിച്ചിട്ട് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഞാനിത് പറഞ്ഞു തരാം. കാരണം കുട്ടികൾക്ക് നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വലിയൊരു അറിവിൻ്റെ, ശാസ്ത്രബോധത്തിൻ്റെ, പ്രപഞ്ചബോധത്തിൻ്റെ നല്ലൊരു കളക്ഷനാണിത്.